ഷോൾഡറിൻ്റെ തുമ്പ് കാണാതെ ഇങ്ങനെ തയ്ക്കണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അറ്റ്ലീസ്റ്റ് വലിയ റെഡിമെയ്ഡ് പോലെ ആയില്ലെങ്കിലും ഇത്രയെങ്കിലും പെർഫെക്റ്റായിട്ട് തയ്ക്കാൻ ആഗ്രഹമില്ലാത്ത ഒരുത്തരും ഉണ്ടാവില്ല, ശരിയല്ലേ? ഹായ് ഫ്രണ്ട്സ്, സാലിറോസ് ചാനലിൻ്റെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നു നമ്മൾ ഈ ചുരിദാറിൻ്റെ കട്ടിങ്ങും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നു. ഈ നെക്ക് രണ്ടും ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചും ബാക്ക് നെക്ക് ക്യാൻവാസ് വെക്കാതെയും ഞാൻ തയ്ച്ചതും വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണുന്നുണ്ട്, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പം പുതുതായിട്ട് വരുന്നവരും ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വീഡിയോ കണ്ട് തയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന നോക്കി, തയ്ച്ചു കഴിഞ്ഞാൽ രണ്ട് കഴുത്തും ഫിനിഷ് ചെയ്ത് വെച്ച ഫ്രണ്ടും ബാക്കിൻ്റെ നല്ല വശങ്ങളെ കൂട്ടിച്ചേർത്തു. അത് ശ്രദ്ധിച്ചോണം നിങ്ങളെ. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന നോക്കി, ഈ ഷോൾഡർ ഒരുപോലെ വെക്കുക. ഞാൻ എന്നാ അങ്ങനെ വെച്ചെന്ന് ചോദിച്ചാൽ, ഈ ഇതിൻ്റെ കോട്ടൺ തുണിയില്ലേ ഫ്രണ്ടിലെ നല്ല തുണി, ആ നല്ല തുണി ഒരു ഇങ്ങനെ വലിഞ്ഞു പോകും. ആ ഷോൾഡറിൽ നിന്ന് അത് താഴോട്ട് പോകും. കണ്ടോ, നിൽക്കുന്നത് കണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഒരുപോലെ ചേർത്ത് വെക്കണേ, വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന നോക്കിയേ, രണ്ട് ഷോൾഡർ ഒരുപോലെ അടുക്കി എടുക്കുക. രണ്ടിൻ്റെയും ഈ അരിക് വശം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, അത് ഞാൻ ലാസ്റ്റ് കളഞ്ഞിടാം. എന്നിട്ട് നോക്കിക്കേ, രണ്ടിൻ്റെ ഇത് കണ്ടോ, അവിടെ ഒരുപോലെ ആയിരിക്കണം. വളരെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കുക. ആ ലൈനിങ് തുണി വിട്ടു പോകരുത്, നല്ല തുണി വിട്ടു പോകാതെ ഈ ഇവിടുന്ന് ആ തയ്യൽ വരെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്വല്പം ഇറക്കി അങ്ങ് തയ്ച്ചു. കണ്ടോ? അപ്പം ലൈനിങ് തുണി എന്നെ എടുത്തു ഇങ്ങോട്ട് മാറ്റി വെച്ചു, മുന്നോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു. എന്നിട്ട് എന്നാ ചെയ്യും നിങ്ങൾ നോക്കിക്കോണേ, ഈ ലൈനിങ് തുണിയില്ലേ ഇപ്പം വെച്ച് അതിനെ ബാക്കിലേക്ക് വെച്ചു. ഇത് ഏതെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെന്നോർത്ത ഇങ്ങനെ കാണിച്ചു തരുന്നേ, അല്ലാതെയും കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പീസിനെ കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഒന്നുകൂടെ അടിക്കാം. വേണേൽ ഒന്നുകൂടെ അടിച്ചേക്കാം. രണ്ടടുപ്പ് മതി, ഞാനിപ്പോൾ നിങ്ങൾ വെറുതെ മൂന്നടുപ്പ് അടിച്ചെന്നേ ഉള്ളൂ. ഇനിയും കണ്ടോ, ആ കോർണറിലുള്ള കട്ടിയുള്ള ഭാഗം സ്വല്പം, ഒത്തിരി കട്ട് ചെയ്യരുത്, ഒരു കുറച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ നിവർത്തിടാം. നോക്കിക്കേ, നമ്മുടെ ഷോൾഡർ കണ്ടോ, നമ്മുടെ ഷോൾഡർ നല്ലതായില്ലേ? ഇങ്ങനെ തയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇതും കാണിക്കാവേ, ഇത് നോക്കിക്കോണേ എങ്ങനെയാണേ. ആദ്യമേ നമ്മൾ കഴുത്ത് ഭാഗം തയ്ച്ചത് രണ്ടും ഒരു പതിച്ചടിക്കരുത് തയ്ക്കുന്നതിന് മുമ്പ്, അത് പ്രത്യേകം ഓർക്കണേ. രണ്ട് ഭാഗവും കറക്റ്റാക്കി ഒരുമിച്ച് പിടിച്ചു കയ്യിൽ, കണ്ടല്ലോ? നല്ല ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഫ്രണ്ടിലുള്ള ലൈനിങ് തുണിയെ ബാക്കിലേക്ക് വെച്ചു. തിരിച്ചും ചെയ്യാം, ബാക്കിലുള്ള ലൈനിങ് തുണിയെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇവിടുന്ന് അടിക്കുമ്പോൾ നമുക്കറിയാം രണ്ട് നല്ല തുണി രണ്ടും ഒരുപോലെ വരും. അത് കഴിഞ്ഞ് ലൈനിങ് തുണി രണ്ടും വരും. അങ്ങനെ വരുമ്പം ഈ ഷോൾഡർ കറക്റ്റായിട്ട് വരും. എന്നിട്ട് 4 പേരെ അടുക്കി വെച്ച് ഒരേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് 2 പ്രാവശ്യം തയ്ക്കാം. എന്നിട്ട് മുമ്പ് കണ്ട പോലെ തന്നെ എന്ത് ചെയ്യണം, ആ കോണങ്ങൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് നിവർത്ത് നോക്കാം. കാണിക്കാം, നിങ്ങളെ അടുത്ത് കാണിക്കാം. കണ്ടോ ഇപ്പോൾ തയ്ച്ചത് കണ്ടോ, നല്ല ഭംഗിയല്ലേ? അല്ല, നമ്മുടെ കഴുത്തേലേക്ക് അതിൻ്റെ തുമ്പ് നീണ്ടു നിൽക്കും, അതിൻ്റെ നൂല് നീണ്ടു നിൽക്കും, വൃത്തികേടായിട്ട് നിൽക്കും. ഇത് കാണണമെങ്കിൽ കീറി പോകത്തുമില്ല, നൂല് ഇങ്ങനെ എഴിഞ്ഞ് പോകത്തുമില്ല, വൃത്തിയായില്ലേ? ഇപ്പം തയ്ക്കാൻ പഠിച്ചില്ലേ എല്ലാവരും? അപ്പോൾ എല്ലാവരും തയ്ക്കാൻ പഠിക്കണേ. ഇങ്ങനെ ഷോൾഡർ ഒളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് തയ്ക്കാൻ പഠിക്കണം, മറക്കല്ലേ. ഇനിയൊരു പണിയുണ്ട്. ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ നെക്ക് പതിച്ചടിക്കുന്നത് കേട്ടോ. നെക്ക് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോൾഡറിൽ കൂടെ തയ്ച്ച് വന്നിട്ട് നെക്ക് പതിച്ചടിച്ച് അപ്പുറത്തെ ഷോൾഡറിൽ പോയി ചെയ്യാം. ഈ പ്രാവശ്യം ഞാൻ ഷോൾഡർ അടിക്കുന്നില്ല, നെക്ക് മാത്രം, ഫുൾ നെക്ക് പതിച്ചടിക്കുകയാണേ. അപ്പം നിങ്ങൾ പതിച്ചടിക്കുക എന്ന് പറയുമ്പോഴും ഓർക്കണം, ഇത് ഫിനിഷിങ് ലാസ്റ്റ് അടിക്കുക. ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യണം, ഒരേ അളവിലായിരിക്കണം, നമ്മൾ ഈ ഒരേ അകലമായിരിക്കണം സൈഡിലൂടെ അടിക്കുന്ന അടിപ്പിന്, അല്ലെങ്കിൽ വൃത്തിയില്ലാതെ വരും. അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 നെക്ക് നല്ലതായിട്ട് നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽപ്പുണ്ട്. നെക്ക് രണ്ടും അടിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാനിത് ഒന്നുകൂടെ ഒരു ബലത്തിന് വേണ്ടി അങ്ങ് അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ അടിക്കുമ്പോഴും തിരക്കൊന്നും വെക്കണ്ട. തുടക്കക്കാരൻ തന്നെയല്ല, ഒരുവിധം നല്ല എക്സ്പേർട്ട് അല്ലാത്തവർക്കൊക്കെ ഈ നെക്ക് തയ്ക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അങ്ങനെ മാറിപ്പോകാതെ ശ്രദ്ധയോടെ കുറേശ്ശെ ഭാഗം ഇങ്ങനെ വളവിനനുസരിച്ച് പിടിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് സ്ലോയിൽ കാണിക്കുന്നത്. അപ്പം
തിരക്കൊന്നും വെക്കണ്ട. ഈ സ്കിപ്പ് ചെയ്ത് വിടുന്ന ഒരുപാട് പേരുണ്ട്. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് വിട്ടു, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ അറിയത്തില്ലാത്തവരും സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് ഇരുന്ന് വിഷമിക്കും. അന്നേരം അയ്യോ അതെങ്ങനെ എൻ്റെ കഴുത്തിന് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ശ്രദ്ധയോടുകൂടി വീഡിയോ കാണണം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. തയ്ച്ച് കഴിഞ്ഞല്ലേ നമ്മൾ നോക്കിയേ. എല്ലാ ഭാഗത്തെ അടുപ്പ് പോയേക്കുന്നത് ശ്രദ്ധിച്ചോ. ഒരേ വലിപ്പത്തിലായിരിക്കണം. കണ്ടോ, ഫ്രണ്ടും ബാക്കും ഷോൾഡറും എല്ലാം ഒരുപോലെ ഇങ്ങനെ വന്നാൽ നെക്ക് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു കൊച്ചു കാര്യം കൂടെ ഞാൻ ഇത് വീഡിയോ ചെറുതാണല്ലോ, അതിൻ്റെ അടുത്തിൽ തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടക്ക് ഇടുന്നത് എങ്ങനെയാണെന്നൂടെ കാണിക്കാം. ബാക്ക് ടക്ക്, നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് ടക്ക് ഇടുന്ന കാണിക്കാം. ഇപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ കണ്ടോ, ഞാൻ ഈ ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷമാണ് ഈ ലൈനിങ് തുണിയും നല്ല തുണിയുടെ തമ്മിൽ കൂട്ടിച്ചേർത്ത്. അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ്. ഇനി ഞാൻ ആ കഷക്കുഴിയുടെ അവിടുന്ന് ആണ് അളവെടുക്കുന്നത്. കഷക്കുഴിയുടെ അവിടെ അങ്ങനെ വേണം നമ്മുടെ ടേപ്പ് ആ ഭാഗത്താണ് വെക്കേണ്ടത്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഞാൻ 4.5 എടുത്തേക്കുന്നത്. സെൻറ്ററിൽ നിന്നും നമ്മുടെ സെൻറ്ററിൻ്റെ മടക്കുപാട് അതിലുണ്ട്, അതുകൊണ്ട് ഞാനിത് വരച്ച് കാണിക്കാൻ. ഇനി താഴെ ഈ സ്ലിറ്റില്ലേ, ഈ സ്ലിറ്റ് ഇട്ടേക്കുന്ന അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരാൻ. അത് നമുക്ക് നേരെ താഴേക്ക് അപ്പം മറുവശത്തും അതേ അളവിൽ നമുക്ക് വെക്കാം. ഇതിവിടെ ഒരു സ്വല്പം ഇവിടെ കൂടുതലുണ്ട്. അളന്ന് വെക്കാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അളന്ന് തന്നെ നിങ്ങൾ ചെയ്യണേ. ഇച്ചിരി ഞാൻ നീക്കി വരച്ചു. ഇനി ഞാൻ ആ 2 പോയിന്റിനും തമ്മിൽ കൂട്ടിച്ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ കണ്ട് 2 വശത്തു നിന്നും 1/4 ഇഞ്ച് നമുക്ക് ഗ്യാപ്പിട്ട് അടിക്കാം. എന്നോട് ആരാണ്ട് ചോദിച്ചായിരുന്നു, ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പം 1 ഇഞ്ച് കൂട്ടാനേ പറഞ്ഞുള്ളൂ, ഇപ്പോൾ എന്താ 2 ഇഞ്ച്. 2 ഇഞ്ച് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ടക്കിടാനൊക്കെയുള്ള അളവ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യണേ. ഇനി നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നേരെ കയറി ഇതുപോലെ ഞാൻ പിടിച്ച പോലെ തയ്ക്കുകയല്ല വേണ്ടത്. ആ ലൈനിലൂടെ ഒരു അടി പഠിക്കണം. അത് പറയാൻ വിട്ടുപോയി. തെന്നിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ, ജോർജറ്റ് തുണിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വരച്ച വരയിലൂടെ ഒരടി പഠിച്ചിട്ട് വേണം ഇങ്ങനെ ടക്ക് പിടിച്ച് ചെയ്യാൻ. അപ്പം ഈ അകത്തെ തുണി തെന്നിപ്പോകത്തില്ല കേട്ടോ. ഇത് കോട്ടൺ ആയതുകൊണ്ടും ഞാൻ അങ്ങ് ചെയ്തതേ ഉള്ളേ. ഇപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളെ. ഇപ്പം ചെയ്യുന്ന കണ്ടോ, ഇവിടെ അതുപോലെ ഒരടി പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. ഒരുപാട് വലിയ ടക്ക് ഇടണ്ട. ഒരു 1/4 ഇഞ്ച് ആ മിഡിൽ പോയിന്റിൽ വരുമ്പോൾ മാക്സിമം 1/4 ഇഞ്ച് വന്നാൽ മതി. എന്നിട്ട് കനം കുറഞ്ഞ് ഈ സൈഡിലോട്ട് കൊണ്ടുവന്ന് ആ സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം. അപ്പോൾ ടക്കിടാനും പഠിച്ചില്ലേ, സംശയമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യും. നിങ്ങളിൽ കൂടുതൽ പേരും സ്വന്തം ചുരിദാർ തയ്ക്കുന്നവരാണ്. സ്വന്തം ചുരിദാർ തയ്ക്കുന്നവർക്ക് ഇങ്ങനൊരു പണി ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ കഷക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ടല്ലോ എവിടെ ജോയിൻ ചെയ്യേണ്ടതെന്ന്, അവിടെ നിന്ന് ഈ എവിടെയാണോ നമ്മുടെ സ്ലിറ്റ് വന്ന് അവസാനിക്കുന്നത് അവിടം വരെ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന വരയിലൂടെ തന്നെ തയ്ക്കണം. ഇവിടെ എനിക്ക് വരയില്ല, ഞാൻ ആ ഒരു അളവ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തയ്ച്ചിട്ട് അവിടെ കെട്ടിട്ട് നമ്മൾ തിരിച്ച് ഒന്നുകൂടെ തയ്ക്കുക. ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നറിയാവോ? ഇതുകൊണ്ട് 2 ഗുണമുണ്ട്. നിങ്ങൾക്ക് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ട് അപ്പം നിങ്ങളോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മിസ്റ്റേക്കൊക്കെ തിരിച്ചറിയാം. സ്ലിറ്റിൻ്റെ അളവൊക്കെ തയ്ക്കലെല്ലാം കഴിഞ്ഞു. കണ്ടോ, ഫുൾ ഫിനിഷ് ചെയ്തു. ഫ്രണ്ട് നെക്ക് ടക്കൊക്കെ ബാക്കിലിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ തയ്ക്കാനല്ലേ നിങ്ങൾക്കും ആഗ്രഹം അല്ലേ? ഇത്രയും വൃത്തിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞു. ഈ ഷോൾഡറൊക്കെ നല്ലതായിട്ട് ഉണ്ടോ ചെയ്ത് തയ്ച്ച് തീർന്നു. അപ്പം ഇങ്ങനെ തയ്ക്കാനായിട്ട് എൻ്റെ കൂട്ടുകാർ ശ്രമിക്കണം കേട്ടോ. ശ്രമിച്ചിട്ട് ഒരു സഹായം കൂടെ ചെയ്യണം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരിപ്പോഴും ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കല്ല. ഒരാൾക്ക് കാണുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക് യു.